ഒരു കാട്ടിൽ 3 കാളകൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു, ഒരുമിച്ച് മേയുക, ഒരുമിച്ച് വിശ്രമിക്കുക, ഒരുമിച്ച് നടക്കുക. അവരുടെ സൗഹൃദം കാട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നു. അകലെ കാടിന്റെ മറവിൽ ഒരു വിശപ്പുള്ള കടുവ ഒളിച്ചുനിന്ന് ഇവരെ നിരീക്ഷിച്ചു. ഒരാളായിരുന്നെങ്കിൽ എളുപ്പമായേനെ. എന്നാൽ 3 കാളകളും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ കടുവക്ക് അടുത്തേക്ക് വരാൻ പോലും ധൈര്യം തോന്നിയില്ല. ഒരു ദിവസം കടുവ കാളകളെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ 3 കാളകളും ചേർന്ന് കൊമ്പുകൾ ഉയർത്തി ശക്തമായി നിലകൊണ്ടു. കടുവ പേടിച്ച് ഓടിപ്പോയി. പരാജയപ്പെട്ട കടുവ ആലോചിച്ചു, ശക്തിയാൽ അവരെ ആക്രമിക്കാൻ കഴിയില്ല, ചതി വേണം. കടുവ ഒരു കാളയുടെ അടുത്ത് ചെന്ന് ചെവിയിൽ പറഞ്ഞു, നിന്റെ കൂട്ടുകാർക്ക് നിന്നെ ഇഷ്ടമല്ല, അവർ രണ്ടുപേരുമാണ് കൂട്ട്. ഇത് കേട്ട് കാളയുടെ മനസ്സിൽ സംശയമുണ്ടായി. കടുവ 3 കാളകളോടും വേറെ വേറെ അങ്ങനെ തന്നെ പറഞ്ഞു. കാളകൾക്ക് മറ്റ് കാളകളെ വിശ്വാസമില്ലാതെ ആയി. പിന്നെ സൗഹൃദം പിണക്കമായി മാറി. കാളകൾ തമ്മിൽ വഴക്കിട്ടു. അവർ ഒരുമിച്ച് നടക്കാതായി. ഓരോ കാളയും ഓരോ ദിശയിൽ മേയാൻ തുടങ്ങി. അവരുടെ ശക്തി, ഐക്യം അവിടെ അവസാനിച്ചു. ഇതാണ് കടുവ കാത്തിരുന്ന സമയം. ഒറ്റപ്പെട്ട ഒരു കാളയെ കണ്ടപ്പോൾ കടുവ ചാടി വീണു. കാള രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒറ്റയ്ക്ക് സാധിച്ചില്ല. കാളകളെല്ലാം ഒറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് കടുവ ബാക്കി 2 കാളകളെയും ആക്രമിച്ചു കൊന്നു തിന്നു. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് കമന്റ് ചെയ്യൂ. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.